ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഏതായാലും വേനൽക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ഇന്നൊരു വേനൽക്കാല വിശേഷം പറയാമെന്ന് കരുതി. എൻ്റെ വീട് പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ ബാക്കിലൊരു പാടാണുള്ളത്. അപ്പോൾ പണ്ട് വേനൽക്കാലത്ത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് കളിക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ ക്രിക്കറ്റ് കളിക്കാൻ. അപ്പോൾ സാധാരണ ഒരു 5:30 ക്രിക്കറ്റ് കളി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ ഒരു ലൈറ്ററോ അല്ലെങ്കിൽ തീപ്പെട്ടിയോ എടുത്തിട്ട് പാടത്തേക്ക് പോകും. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറച്ച് ചെക്കന്മാരുണ്ടാവും, നേരത്തെ വരുന്ന ചെക്കന്മാരുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഞങ്ങളുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ അവിടെ ഉണങ്ങി നിൽക്കുന്ന കൈത കത്തിക്കുക, പാടത്ത് തീയിടുക, അതൊക്കെയായിരുന്നു മെയിൻ പരിപാടി. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പാടത്ത് ഇതേപോലെ തീയിട്ടു, കൈതെല്ലാം കത്തിച്ച്. കൈത ഇങ്ങനെ കത്തുമ്പോൾ കൈത ടേച്ചിട്ട് പൊട്ടും കൈത. അത് നല്ല രസമാണ് കേൾക്കാൻ. അങ്ങനെ പാടത്ത് തീയിട്ടിട്ട് ഞങ്ങളൊരു കണ്ടത്തിനായിട്ട് തീയിട്ട്, അത്താണിയുടെ അവിടെയുള്ള ഒരു കണ്ടത്തിന് തീയിട്ട്. അങ്ങനെ തീ ആളി പടർന്നു. തീ നല്ല കത്തലൊടുങ്ങിയപ്പോൾ അപ്പുറത്തെ പടിഞ്ഞാറേക്കരേന്ന് ഒരാൾ ഓടി വരുന്നു. ഒരു മുണ്ടൊക്കെ എടുത്തിട്ട് ഷർട്ടൊക്കെ ഇട്ടൊരു ചെങ്ങായി ഓടി വരുന്നു. ഞങ്ങളാകെ പേടിച്ച്, ഞങ്ങളെ ചീത്ത അറിയാനാവുമോ എന്ന് വിചാരിച്ച് ആകെ പേടിച്ച്. ഞങ്ങൾ വേഗം കയ്യിലുള്ള പുല്ലും വടിയൊക്കെ ആയിട്ട് തീ കെടുത്താൻ തുടങ്ങി. മൂപ്പര് ഓടി വന്നിട്ട് പറഞ്ഞു, മക്കളെ തീ കെടുത്തല്ലേ, കത്തിക്കോട്ടെ പറഞ്ഞു. ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്താ ചീത്ത അറിയാൻ വന്ന ആൾ ഇത് കത്തിക്കോട്ടെ പറയേ. നോക്കുമ്പോൾ എന്താ, മൂപ്പര് ആ പാടത്ത് കൃഷി ഇറക്കുന്ന ആളാ. മൂപ്പര് ഏതായാലും കത്തിക്കാൻ നിൽക്കുകയായിരുന്നു അത്രേ. ഞങ്ങൾ കത്തിച്ചത് അത് ഭാഗ്യമായി എന്നാണ് മൂപ്പര് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് എന്നും അനുവാദമായി, പിന്നെ എന്നും വരലായി. കത്തിക്കാത്ത ഭാഗത്ത് പിന്നെ കത്തിക്കലായി, പിന്നെ മൂപ്പരും കൂടലായി. അങ്ങനെ വേനൽക്കാലം നല്ല അടിപൊളിയായിരുന്നു.